എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്താ കാര്യം? മാഡം, ഞാൻ പലതവണ സൂചിപ്പിച്ചു, മാഡം അറിഞ്ഞുകൊണ്ടൊരു കെണിയിലെ തല വെക്കാണ്. ആ ദീപകിനെ പോലുള്ള ഒരു കൊള്ളരുതാത്തവൻ എന്റെ അറിവിൽ വേറെ ഇല്ല. മാഡം, ഇപ്പോഴും സമയം വൈകിട്ടില്ല. ഈ വിവാഹം വേണ്ടെന്ന് മാഡം തീരുമാനിച്ച മാത്രം മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. വർമ്മ സാറിനെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. പണ്ട് കുട്ടിയായിരുന്നപ്പോ അച്ഛന്റെ കൈ പിടിച്ച് നടക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അന്നത് സാധിച്ചിട്ടില്ല. അതിനെനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അതോടെ ഞാൻ എല്ലാവരിൽ നിന്നും അകന്നു. ഒറ്റപ്പെട്ട് ജീവിക്കാൻ ശീലിച്ചു. പിന്നീട് രാജുവാണ് എന്നെ ഈ വിധത്തിലാക്കിയെടുത്തത്. നിനക്കൊപ്പം ഏത് പാതിരാത്രിയിലും ഞാൻ ഇറങ്ങി വന്നു. ദൈവത്തെ പോലെ എനിക്ക് കാവലായി നീ നിന്നു. നിന്നെക്കാൾ വിലപ്പെട്ടതൊന്നും എനിക്ക് കിട്ടാനില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് കൊണ്ട് ഞാൻ എന്റെ പ്രണയം നിനക്ക് മുന്നിൽ തുറന്നു വെച്ചത്. പക്ഷെ രാജു, നീ അത് നിരസിച്ചു. മാഡം, സാഹചര്യങ്ങൾ അറിയാതെ, വ്യക്തികളുടെ അവസ്ഥ അറിയാതെ ഒന്നും പറയരുത്. മാഡത്തെ സ്വന്തമാക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. ഞാൻ വെറും ഒരു ജോലിക്കാരൻ മാത്രമാ. ദീപക്കിനുള്ളതിനേക്കാൾ 4 മടങ്ങ് യോഗ്യത രാജുനുണ്ട്. അത് രാജുനും അറിയാം, അച്ഛനും അറിയാം. അങ്ങനല്ല മാഡം, ഒരിക്കലും നമ്മൾ തമ്മിൽ ഒന്നായിക്കൂടാ. എന്റെ മനസ്സിൽ പോലും അങ്ങനൊരു ആഗ്രഹം ഉദിച്ച അതൊരു അതിമോഹമായി ഞാൻ കാണും. എന്നാൽ ഞാൻ കാണുന്നത് അങ്ങനെയല്ല. എന്റെ സ്വപ്നത്തില് രാജകുമാരൻ രാജുവാ. മാഡം, ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു, ദീപക്കുമായുള്ള ഈ വിവാഹം ഞാൻ ഉപേക്ഷിക്കാം. എന്റെ പ്രണയം രാജു സ്വീകരിക്കൂ.